റോക്കിച്ചിട്ട് പോയിരിക്കുകയാണ്. ഒരു നന്മ നിറഞ്ഞ മറിമേ ചൊല്ലി ഒന്ന് പ്രാർത്ഥിക്കാവോ? ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാവോ? ഒരു നന്മ നിറഞ്ഞ മറിമേ ചൊല്ലി സ്വരത്തേക്കാൾ കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം എന്നിലും നമ്മളിൽ നിന്നറിയാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അഭിഷേകമാണ് നമ്മൾ സ്വീകരിച്ചത്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിവിടെ ഇരുന്നപ്പോൾ ഓർക്കുകയായിരുന്നു, ഈശോ കുരിശിൽ മരിച്ച സമയത്ത്, അതെ, ഈശോ കുരിശിൽ മരിച്ചു. അതിനുശേഷം ഒരു രണ്ട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുകയുണ്ടായി. ഒന്ന്, തിരുവിലാവിൽ നിന്നും അവിടുന്ന് രക്തവും വെള്ളവും ഒഴുകി. അവിടുന്ന് പറഞ്ഞു, ദാഹിക്കുന്നവർ എൻ്റെ അടുത്ത് വന്ന് കുടിക്കുവിൻ. നമ്മളിപ്പോൾ ധാരാളമായി ആത്മാവിനെ കുടിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും പ്രിയപ്പെട്ടവരെ, രക്തം ഒഴുകി, തിരുരക്തം അവിടുന്ന് ഒഴുകി. ഇന്ന് ആ തിരുരക്തത്തിൻ്റെ അഭിഷേകം ഇനി വരുന്ന ഏതാനും മിനിറ്റുകളിൽ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് തയ്യാറാകാം. ഹല്ലേലൂയ. അതിനായിട്ട് നിങ്ങളുടെ സീറ്റുകൾ ഒന്ന് മാറണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ തന്നെ ഇരുന്നാൽ മതി. വിശ്വാസത്തിൽ ഗാഗുൽത്തായിലേക്ക് ആ കുരിശിൻ്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് വചനം ശ്രവിക്കാനായിട്ട് നമുക്കൊരുങ്ങാം. ഹല്ലേലൂയ. അവിടെ ഇരിക്കുമ്പോൾ വചനശ്രവം മാത്രമല്ല നടക്കുന്നത്, പിന്നെയോ രക്തത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കും സെൻറ്റ് ഗാസ്പർ ഡെൽ ബഫാലോ. അത് പ്രൊനൗൺസ് ചെയ്തപ്പോൾ ചിലപ്പോൾ തെറ്റായിരിക്കും. ഇതിൽ സെൻറ്റ് ഗാസ്പർ എന്ന് വേണേൽ പറയാം. ഇദ്ദേഹം 1786 മുതൽ ജനിച്ച് 1837 മരിച്ച ഒരു വിശുദ്ധനാണ്. അദ്ദേഹം തിരുരക്തത്തിൻ്റെ ശക്തിയെപ്പറ്റി പ്രഘോഷിച്ച കത്തോലിക്ക സഭയിലെ ഒരു വിശുദ്ധനാണ്. അദ്ദേഹം പറഞ്ഞ ഒരു ചെറിയൊരു കാര്യം ഞാനിങ്ങനെ കോട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം പറയുകയാണ്, ദ മോസ്റ്റ് അർജൻറ്റ് സ്പിരിച്വൽ ട്രൂത്ത് ഓഫ് ദിസ് ഏജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട അർജൻ്റായിട്ടുള്ള ഒരു ആത്മീയ സത്യം, ഈ ലോകത്തിന് ഈ സമയത്തിന് ആവശ്യമുള്ളൊരു സത്യം ഇതാണ്. എന്നിട്ട് പറയുകയാണ്, that the people were starving for an encounter with the love of God. People are starving for an encounter with Jesus, to receive his love. Hallelujah. നമ്മളെല്ലാവരും ആ കുരിശിൻ്റെ ചുവട്ടിൽ തന്നെ ഇപ്പോൾ ഇരുന്നു കൊണ്ട് ആ ദൈവ സ്നേഹത്തിന് വേണ്ടി നമുക്കൊന്ന് ദാഹിക്കാം. വീണ്ടും അദ്ദേഹം തുടർന്ന് പറയുകയാണ്, and that the blood of Jesus poured out freely, given without condition, available to everyone. ഈ തിരുരക്തം അവിടുന്ന് ചിന്തിയത് ഫ്രീ ആയിട്ടാണ്. രണ്ടാമത്തെ പറയാണ്, വിത്തൗട്ട് കണ്ടീഷൻ, വിത്തൗട്ട് കണ്ടീഷൻ. മൂന്നാമത് പറയുകയാണ്, അവൈലബിൾ ടു എവ്രി വൺ വാസ് ദി ആൻസർ ടു ദാറ്റ് ഹങ്കർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സെൻറ്റ് ഗാസ്പർ പ്രേ ഫോർ us. അതിനുശേഷം അദ്ദേഹം ഒരു മിഷണറീസ് ഒരു കോൺഗ്രിഗേഷൻ സ്ഥാപിച്ചു. അതിൻ്റെ പേരാണ് മിഷണറീസ് ഓഫ് ദ പ്രഷ്യസ് ബ്ലഡ്. മിഷണറീസ് ഓഫ് ദ പ്രഷ്യസ് ബ്ലഡ്. അതിനുശേഷമാണ് 1849 പോപ്പ് പയസ് 9 മാർപ്പാപ്പയാണ് ഈ ഒരു ഫീസ്റ്റ്, തിരുരക്തത്തിൻ്റെ ഒരു ഫീസ്റ്റ് ഡിക്ലെയർ ചെയ്തത്. വീണ്ടും ജോൺ 23 മാർപ്പാപ്പ ജൂലൈ മാസത്തിൽ തിരുരക്തത്തിൻ്റെ മാസമായിട്ട് ഡിക്ലെയർ ചെയ്തു. അതുകൊണ്ട് ഈ മാസം യേശുവിൻ്റെ തിരുരക്തത്തെ പറ്റി നാം ധാരാളമായിട്ട് ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒത്തിരിയേറെ ടോക്കുകൾ ഒരുപക്ഷെ നിങ്ങൾ ഈ വിഷയത്തെപ്പറ്റി കേട്ടിരിക്കും. ഹല്ലേലൂയ.
എങ്കിലും ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് തിരുരക്തത്തിൻ്റെ ശക്തി എങ്ങനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ചില പ്രാക്ടിക്കൽ കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ഈ സെൻറ്റ് ഗ്യാസ്പറിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു, അദ്ദേഹം ദേവാലയത്തിൽ ഇരുന്ന് ശുശ്രൂഷ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് സ്ട്രീറ്റുകളിലേക്ക് ഇറങ്ങും. ബണ്ടിറ്റ്, നമുക്കറിയാം എന്നാ, കാട്ടുകള്ളന്മാരെ പോലെയുള്ള മഹാപാപികളായിട്ടുള്ളവർ, മദ്യപാനികളായിട്ടുള്ളവർ, തകർന്നു കിടക്കുന്നവർ, ഒരിക്കലും രക്ഷപ്പെടുമെന്ന് നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ആയിരിക്കുന്ന മക്കളുടെ ഇടയിലേക്ക് പോയി യേശുവിൻ്റെ കുരിശിലെ സ്നേഹം പ്രഘോഷിച്ച്, യേശുവിലെ കുരിശിലെ തിരുരക്തത്തിൻ്റെ ശക്തി അവിടെ പ്രഘോഷിച്ച് യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് അനേകരെ കൊണ്ടുവന്ന ഒരു വിശുദ്ധൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ആ കുരിശിൻ്റെ ചുവട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന്. ഭക്ത സ്ത്രീകളുണ്ടായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട യോഹന്നാൻ, യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ച യോഹന്നാൻ ശ്ലീഹ ആ കുരിശിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവർ കുരിശിൽ നിന്നും വചനം സ്വീകരിച്ചു. നമുക്കറിയാം കുരിശിലെ വാക്കുകൾ, ഇതാ എൻ്റെ അമ്മ, ഇതാ എൻ്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ കർത്താവിൻ്റെ സ്വന്തമായി അവർ മാറി എന്ന് പറഞ്ഞാൽ വചനം സ്വീകരിച്ചു. ഇനിയാണ് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കേണ്ടത്, ആ കുരിശിൻ്റെ അടുത്ത് നിന്നവർ ഒത്തിരി പേരുണ്ടായിരുന്നു, ഏതാനും ചിലരുണ്ടായിരുന്നു. എന്നാൽ കുരിശിൽ നിന്നും വളരെ ദൂരെ മാറി നിന്നവർ ഒത്തിരി പേരുണ്ടായിരുന്നു. എഫേസൂസ് ലേഖനത്തിൽ അതിൻ്റെ 2-ാം അധ്യായത്തിൽ അതിൻ്റെ 13-ാം വാക്യം. എഫേസൂസ് ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. എന്നാൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശു മരിച്ചത് തൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, വിദൂരസ്ഥരായിരിക്കുന്ന, തന്നിൽ നിന്നും മാറി നിൽക്കുന്ന, ദൈവമില്ലെന്ന് പറയുന്ന, ദൈവത്തെ ധിക്കരിക്കുന്ന, ദൈവത്തെ വെല്ലുവിളിക്കുന്ന ആ മക്കൾക്ക് വേണ്ടിയാണ്, അവരോട് തൻ്റെ സ്നേഹം വെളിവാക്കാൻ വേണ്ടിയാണ് അവിടുന്ന് കുരിശിൽ മരിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ നിങ്ങളിവിടെ വിശ്വാസമുള്ളത് കൊണ്ടാണ് നിങ്ങൾ വന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നവരാണ്, തീർച്ചയായിട്ടും. എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ഏറ്റവും അടുത്ത ചില ബന്ധങ്ങളിൽ യേശുവിനെ തള്ളിപ്പറയുന്നവരില്ലേ, ദൈവത്തെ ധിക്കരിച്ച് പറയുന്നവരില്ലേ, അവർക്കുള്ള ആൻസറാണ്, അവർക്കുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ നമ്മളിവിടെ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്. കാരണം കുരിശിൽ കിടന്ന യേശുവിൻ്റെ വചനം സ്വീകരിക്കുവാൻ ഇവർക്ക് സാധിച്ചില്ല. നമുക്കറിയാം, ഒരു പടയാളി അവനൊരു കുന്തം കൊണ്ട് മരിച്ച യേശുവിൻ്റെ വിലാപുറത്ത് കുത്തി. അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. സഭയുടെ പാരമ്പര്യം പറയുന്നത് ഈ മനുഷ്യൻ പാർഷ്യലി ബ്ലൈൻഡ് ആയിരുന്നു എന്നാണ്. ശരിക്കും കാഴ്ചയില്ലാത്ത മനുഷ്യൻ. നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ രക്തം അവൻ്റെ കണ്ണിലേക്ക് പതിച്ചു. ഈ രക്തം അവൻ്റെ കണ്ണിന് മാത്രമല്ല സൗഖ്യം ലഭിച്ചത്, അവൻ്റെ ആന്തരികമായ കണ്ണിന് സൗഖ്യം ലഭിച്ചു. പിന്നീട് സംഭവിച്ചത് ചുരുക്കത്തിൽ പറയാം, അവൻ ക്രിസ്തുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചു. ഇവൻ യഥാർത്ഥത്തിൽ ദൈവമാണെന്ന് അവൻ അവിടെ നിന്ന് ഉദ്ഘോഷിച്ചു. ഹല്ലേലൂയ. അവൻ പിന്നീട് കാണുന്ന ഇതാണ്, ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ചു. തൻ്റെ ജോലി, സോൾജിയർ എന്ന ജോലി അദ്ദേഹം റിസൈൻ ചെയ്തു. ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി സുവിശേഷം പ്രസംഗിക്കാൻ പോയി. ദൈവത്തിൻ്റെ വചനത്തിന് വിരോധികളായിരിക്കുന്നവരുടെ മുമ്പിൽ പോലും ദൈവത്തിൻ്റെ വചനത്തെ ഉയർത്തിപ്പിടിച്ചു. പിന്നീട് നമ്മൾ കാണുന്നത്, അദ്ദേഹം ഒരു രക്തസാക്ഷിയായി മാറി. ഇന്ന് അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പ് റോമിലെ ബസിലിക്കായിൽ അവിടെ വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് വലിയൊരു സ്റ്റാച്ചു അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ പുള്ളിയെ വിളിക്കും സെൻറ്റ് ലോങ്കിനോസ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ ഇതുപോലെ നമ്മൾ നേരത്തെ കേട്ടു, ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ചില തകർച്ചകളെപ്പറ്റി നമ്മൾ കേട്ടു. ഇതിലൂടെ ഈ നന്മ കൊണ്ടുവരാൻ പറ്റും.
നമ്മളിവിടെ ഇരിക്കുന്ന ചില വ്യക്തികളിൽ ഒരുപക്ഷെ നമ്മുടെ മക്കളായിരിക്കാം, അല്ലെ നമ്മുടെ പ്രിയപ്പെട്ട ജീവിത പങ്കാളിയായിരിക്കാം, നമ്മുടെ സഹോദരങ്ങളായിരിക്കാം. ദൈവത്തിൽ നിന്നും ഏറെ ദൂരം അകലെയാണെങ്കിൽ ഇപ്പോൾ ഈ ബലിവേദിയിലേക്ക് അല്ലെങ്കിൽ ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഇപ്പോൾ വിശ്വാസത്തിൽ ഒന്ന് കൊണ്ടുവരിക. യേശുവിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകുന്ന രക്തം ഈ വ്യക്തിയുടെ മേൽ തളിക്കട്ടെ. കാരണം യേശുവിൻ്റെ വചനത്തിന് ഇവനെ മാറ്റാൻ പറ്റിയില്ല, പക്ഷേ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിന് ഇവൻ്റെ ജീവിതത്തെ മാറ്റാനായിട്ട് സാധിച്ചു. ദൈവത്തിൻ്റെ വചനം അവനോട്, ദൈവത്തിൻ്റെ രക്തം അവനോട് ആ സമയത്ത് സംസാരിച്ചു. ഒരൊറ്റ വാക്ക് പോലും, ഒരൊറ്റ വചനം പോലും കേട്ടില്ല. പിന്നെയോ ജീവിക്കുന്ന യേശുവിൻ്റെ രക്തം അവൻ്റെ ജീവിതത്തെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. ഒരു നല്ല കൈയടി കൊടുക്കാം കർത്താവിന്. അതേ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ രക്തത്തിന് ജീവിതങ്ങളെ മാറ്റാൻ പറ്റും. നമ്മുടെ യേശുവിൻ്റെ രക്തത്തിന് ജീവനുണ്ട്. നമ്മൾ ലേവ്യരുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, അവിടുത്തെ രക്തത്തിലാണ് ജീവൻ ഇരിക്കുക. നമുക്കറിയാം, നമുക്കൊരു അസുഖം വന്നാൽ ഡോക്ടറെ പോയി കാണും. ഡോക്ടർ പറയും, 95% പറയും, നീ പോയി ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്ത്. കാരണം ഏത് രോഗമാണെങ്കിലും മിക്കവാറും എല്ലാ രോഗങ്ങളും ഈ ബ്ലഡ് ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കറിയാം, നമ്മുടെ രക്തം ഊർന്നു പോയാൽ നമ്മൾ മരിച്ചു പോകും. അതേ വചനം പറയുന്നു, രക്തത്തിലാണ് ജീവൻ ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ യേശുവിൻ്റെ ജീവനുണ്ട്. അല്ലേ, യേശു തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരി നാട്ടിൽ നിന്ന് വിളിച്ചു. ഒരു 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള അവരുടെ അപ്പൻ, അമ്മായിയപ്പൻ, ഒരു കാലത്ത് പള്ളിയിൽ വേദപാഠം പഠിച്ചുകൊണ്ടിരുന്നു. എല്ലാ ഞായറാഴ്ചകളിലും കുർബാനയ്ക്ക് പോയിരുന്നു. വീട്ടിലെ കുടുംബ പ്രാർത്ഥനകൾ കൃത്യമായി ചെയ്തിരുന്നയാളാണ്. എന്നാൽ അറിയില്ല, കഴിഞ്ഞ 10-15 വർഷങ്ങളായിട്ട് എൻ്റെ അപ്പച്ചൻ പള്ളിയിൽ പോകുന്നില്ല, കുമ്പസാരിക്കുന്നില്ല. വീട്ടിൽ കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോൾ ക്ഷീണമാണെന്ന് പറഞ്ഞ് കിടക്കും. നല്ല ക്ഷീണമുള്ളയാളാണ്. ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. വചനം കേട്ടാൽ മനസ്സിലാകാത്തവരുണ്ടായിരിക്കാം, എന്നാൽ യേശുവിൻ്റെ രക്തത്തിന് വിലയുണ്ട്. യേശുവിൻ്റെ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. വീണ്ടും പറഞ്ഞു, സഹോദരി, ഒരു 7 ദിവസം ഒരു കരുണക്കൊന്ത ചൊല്ലി ഈ നമ്മുടെ ചാച്ചന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും കരുണക്കൊന്ത ചെല്ലുന്നവരാണ്. പക്ഷേ ഞാൻ അതിനകത്തൂടെ ഒരു ചിന്തയും ഒരു ബോധ്യവും അവർക്ക് ഞാൻ പങ്കുവെച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, നമ്മൾ കരുണക്കൊന്ത ചെല്ലുമ്പോൾ നിത്യപിതാവേ, ആ പ്രാർത്ഥനയെന്ന് ചൊല്ലിക്കേ, ഞങ്ങളുടെയും അതെ പാപത്തിന് പരിഹാരമായി ഈശോയുടെ ശരീരവും രക്തവും പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യ മാതാപിതാക്കന്മാർ പാപം ചെയ്തപ്പോൾ ഒരു തോലുണ്ടാക്കി, ഒരു മൃഗത്തെ കൊണ്ട് ഒരു തോലുണ്ടാക്കി അതിനെ രക്തം കൊണ്ട് പൊതിഞ്ഞ് അതിനെ സംരക്ഷിക്കുന്നതായിട്ട്, അവരുടെ ക്ഷയം മാറ്റുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പാപത്തിൻ്റെ ക്ഷയമിലായിരിക്കുന്ന ജനത്തെ രക്ഷിക്കുവാൻ യേശു കുരിശിൽ തൻ്റെ രക്തം ചിന്തി. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു, അതെ, ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഇങ്ങനെ ഓർക്കുക, നിൻ്റെ അപ്പച്ചനെ ആ യേശുവിൻ്റെ രക്തം കൊണ്ടങ്ങ് പൊതിഞ്ഞേക്കുക. അപ്പച്ചനോട് പറഞ്ഞാൽ മനസ്സിലായേല, പക്ഷേ യേശുവിൻ്റെ രക്തം കൊണ്ടങ്ങ് പൊതിയുക, എന്നിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയല്ലേ നമ്മുടെ ഓരോ ദിവ്യബലികളിലും സംഭവിക്കുക? ഈ ഓരോ ദിവ്യബലി അർപ്പിക്കുമ്പോഴും യേശുവിൻ്റെ രക്തവും ശരീരവും ഇതാ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ബലിയായി ഉയർത്തുകയാണ്, എന്നിട്ട് നമ്മുടെ നിയോഗങ്ങൾ അർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി ഇതുപോലെ പ്രാർത്ഥിക്കുന്നവരുണ്ടായിരിക്കാം. അവരെ ഈ തിരുരക്തത്തിൽ ഇപ്പോൾ തന്നെ വിശ്വാസത്തിലൊന്ന് മുക്കിക്കേ. ആ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഇപ്പോൾ നിങ്ങളൊന്ന് നിർത്തിക്കേ. ആ കുരിശിൽ നിന്നൊഴുകുന്ന തിരുവിലാവിൽ നിന്നുള്ള ഒരു തുള്ളി രക്തം ഈ വ്യക്തിയുടെ കണ്ണിലേക്കല്ല, ആത്മാവിൻ്റെ കണ്ണിലേക്ക് ഒന്ന് പതിക്കട്ടെ. ഈ ലോകത്തിൻ്റെ ദേവൻ അവരുടെ ഹൃദയങ്ങളെ അന്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ ക്രിസ്തുവിൻ്റെ പ്രകാശം ദർശിക്കുവാൻ അവന് സാധിക്കുന്നില്ല.
വചനം കേൾക്കാൻ പറ്റാത്ത രീതിയിൽ അവൻ്റെ ഹൃദയം അടഞ്ഞു പോയിരിക്കുന്നു. യേശുവിൻ്റെ രക്തം ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കും. ജീവിതങ്ങളെ മാറ്റുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം കണ്ണുകളൊന്ന് അടയ്ക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ ഇപ്രകാരമുള്ളവരുണ്ടെങ്കിൽ ഒന്നൊന്ന് സമർപ്പിച്ചേ. പല ലിസ്റ്റുകളാണ്. ഞാനിപ്പോൾ ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ ഇതാ ആ പരിശുദ്ധിയമ്മ യോഹനാനുമുണ്ട്. ആ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഞാനിതാ ഈ വ്യക്തിയെ കൈപിടിച്ച് കൊണ്ടുവരുന്നു. ചില അഡിക്ഷനിൽപ്പെട്ട വ്യക്തികൾ നമ്മുടെ കുടുംബത്തിലുണ്ടായിരിക്കാം. നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്നു, കൊണ്ടുവരിക. നിനക്ക് വിശ്വാസമില്ലേ? ആ തളർവാദ രോഗിയെ കൊണ്ടുവന്നതുപോലെ ഇപ്പോൾ കൊണ്ടുവരിക. ഈ സമയത്ത് നേരത്തെ ബ്രദർ പറഞ്ഞതുപോലെ ഇന്ന് ഒരത്ഭുതം നമ്മൾ കാണും. ഞാൻ പ്രിയപ്പെട്ടവരെ ചുരുക്കത്തിലൊന്ന് പറയാം. ഞാൻ ഈ പറഞ്ഞില്ലേ, നാട്ടിൽ 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള അപ്പച്ചൻ്റെ കാര്യം. നിങ്ങളിവിടെ ഒന്ന് ശ്രദ്ധിക്കണേ, പിള്ളേർ വന്നോളും, നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ 7 ദിവസം ഇങ്ങനെ ഈ ഒരു വിശ്വാസത്തിൽ കരുണക്കൊന്ത ചൊല്ലി ഈശോയുടെ രക്തത്താൽ പൊതിഞ്ഞ് ചാച്ചനെ സമർപ്പിക്കാനായിട്ട് പറഞ്ഞു. പിറ്റേ ദിവസം എനിക്കൊരു വോയിസ് മെസ്സേജ് വന്നു, ഞാൻ കണ്ടില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ മെസ്സേജ് ഞാൻ കേട്ടു. മെസ്സേജിൽ ഇങ്ങനെയാണ് പറയുന്നത്: പിറ്റേ ദിവസം കരുണക്കൊന്ത ചൊല്ലി ഈശോയുടെ തിരുരക്തത്തിൽ സമർപ്പിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ സഹോദരി മെസ്സേജ് അയച്ചത്. ചാച്ചൻ വർഷങ്ങൾക്ക് ശേഷം ഇന്നലെ പള്ളിയിൽ പോയി. കരങ്ങളടിച്ച് കർത്താവിനെ മാത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ രക്തത്തിന് ശക്തിയുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിന് ശക്തിയുണ്ട്. നമുക്ക് ഒരു നിമിഷം കരങ്ങളൊന്ന് ഉയർത്തി ഇപ്രകാരമുള്ള എല്ലാവരെയും നമ്മുടെ കുടുംബത്തിലുള്ളവരെ സമർപ്പിച്ച് യേശുവിൻ്റെ രക്തത്താൽ ഗാഗുൽത്തായിൽ ചിന്തിയ തിരുരക്തം കൊണ്ട് ഒന്ന് പാടി, ആ ഇരടി മാത്രം ഒന്ന് പാടി നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയാണ്. ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ. നിങ്ങളിപ്പോൾ കുരിശിൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്നത്. ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ ഈ വ്യക്തികളെ അവിടെ നിന്ന് ഇപ്പോൾ കഴുകണമേ. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ നാളെ എനിക്കൊരത്ഭുതം കാണണം. ആ ഒരു വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ തിരുരക്തത്താൽ ഇവരെല്ലാം പൊതിയപ്പെടട്ടെ. ഒന്ന് പാടി പ്രാർത്ഥിക്കാം. ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ കഴുകണമേ. ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ കഴുകണമേ. യേശുവേ, യേശുവേ കഴുകണമേ. പൂർണ്ണമായി കഴുകണമേ. ഒരിക്കൽ കൂടി. യേശുവേ കഴുകണമേ. പൂർണ്ണമായി കഴുകണമേ. ഇവരെ കഴുകണമേ. യേശുവേ ഇവരെ കഴുകണമേ. പൂർണ്ണമായി ഇവരെ കഴുകണമേ. കരങ്ങൾ താഴെയിടാം. പ്രൈസ് ദി ലോർഡ്. ഏതാനും കുറേ മേഖലകളുണ്ട് നമുക്ക് തിരുരക്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളതെങ്കിലും വലിയ സംരക്ഷണമാണ് തിരുരക്തത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്നത്. നമുക്കറിയാം, പെസഹ തിരുനാളിന് അവിടുന്ന് പറയുകയാണ്, നിങ്ങളൊരു കുഞ്ഞാടിനെ കൊല്ലണം, എന്നിട്ടോ അതിൻ്റെ രക്തമെടുക്കണം. ആരെടുക്കണമെന്ന് പറയുന്നുണ്ട്. ആരാണെന്നറിയാവോ? കുടുംബനാഥൻ ഈ തിരുരക്തമെടുക്കണം. ആരെടുക്കണം? കുടുംബനാഥൻ ഈ തിരുരക്തമെടുക്കണം. പിന്നെയോ ഹീസോപ്പ് കൊണ്ട് വീടിൻ്റെ കട്ടിലപ്പടികളിൽ ഈ രക്തം തളിക്കണം. നിങ്ങൾ പെസഹ ഭക്ഷിക്കണം. രാത്രിയാകുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ നിങ്ങളുടെ ഭവനത്തിൻ്റെ മുമ്പിലൂടെ കടന്നു പോകും. സംഹാര ദൂതൻ കടന്നു വരും. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ രക്തമുള്ള കുടുംബത്തെ അവൻ സ്പർശിക്കുകയില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ രക്തമില്ലാത്ത ഏതെല്ലാം കുടുംബമുണ്ടോ, വ്യക്തികളുണ്ടോ, സമൂഹങ്ങളുണ്ടോ, അവിടെ സംഹാരദൂതൻ കടന്നു വരും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്ത് നമ്മൾ ആയിരിക്കുമ്പോൾ പലതരത്തിലുള്ള സംഹാരദൂതന്മാർ കുടുംബത്തെ നശിപ്പിക്കുവാൻ, വ്യക്തികളെ നശിപ്പിക്കുവാൻ, ആത്മാവിനെ നശിപ്പിക്കുവാൻ, മരണത്തിലേക്ക് നയിക്കുന്ന അനേക സംഹാരദൂതന്മാർ ഈ ആകാശത്തിലൂടെ, നമ്മുടെ അന്തരീക്ഷത്തിലൂടെ വ്യാപരിക്കുമ്പോൾ, പ്രിയപ്പെട്ട കുടുംബനാഥേ, നീ ഇപ്പോൾ എവിടെയാണ്?
ഈ തിരുരക്തം തളിക്കാൻ വിളിക്കപ്പെട്ട നീ ഇന്ന് എവിടെയാണ്? പണ്ട് നാട്ടിൽ നമ്മൾ പറയും, വൈകുന്നേര പ്രാർത്ഥനയുടെ സമയത്ത് കലുങ്കിലിരിക്കുന്നു, മറ്റു കൂട്ടുകാരുടെ അടുത്ത് പോയിരിക്കുന്നു. ഇന്ന് നമ്മളൊരു കലുങ്കിലും ഇരിക്കാൻ പോകുന്നില്ല. എന്നാൽ മീഡിയയാകുന്ന കലുങ്കിൽ, ഫേസ്ബുക്ക് ആകുന്ന അല്ലെങ്കിൽ ഓൺലൈൻ ആകുന്ന ഫോൺ ആകുന്ന ചില കലുങ്കുകളിൽ ഇരിക്കുകയാണ്. എനിക്ക് കുടുംബ പ്രാർത്ഥന നടത്താൻ പറ്റുന്നില്ല, ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നില്ല. കുടുംബനാഥൻ എവിടെ? കുടുംബനാഥ എവിടെ? അതുകൊണ്ടല്ലേ ഈ പ്രൊട്ടക്ഷൻ നിൻ്റെ ജീവിതത്തിൽ ഇല്ലാതെ പോയത്. ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമുക്കൊരു കുടുംബമില്ലേ? ഈ കുടുംബത്തെ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ നമുക്ക് സംരക്ഷിക്കപ്പെടാനായിട്ട് പ്രാർത്ഥിക്കാം. ഒരു തീരുമാനമെടുക്കാം. നമുക്ക് വെളിച്ചമുള്ളവരായി, പ്രകാശമുള്ളവരായി മാറാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. യേശുവിൻ്റെ തിരുരക്തത്തിന് നമ്മളെ സൗഖ്യപ്പെടുത്താൻ വേണ്ടി സാധിക്കും. നമുക്ക് സ്ക്രീനിൽ പറ്റുവാണെങ്കിൽ വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി 1089 ഒരു മനോഹരമായ പ്രാർത്ഥനയുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിന് നമ്മളെ സൗഖ്യപ്പെടുത്താനായിട്ട് സാധിക്കും. അനേക ടെസ്റ്റിമണികൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ മരിക്കുമെന്ന് പറഞ്ഞവർ കടന്നു വന്നവരുണ്ട്. ഇൻഫെക്ഷൻ ബാധിച്ച് മരിക്കുമെന്ന് ഡോക്ടർമാർ പറഞ്ഞവർ തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇന്റേണൽ ഓർഗൻസിലൂടെ യേശുവിൻ്റെ രക്തം കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ച നിമിഷങ്ങളിൽ അനേകർ എഴുന്നേറ്റ സംഭവങ്ങൾ, അനേക ടെസ്റ്റിമണികൾ എനിക്കറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒന്ന് പ്രാർത്ഥിക്കാം. ഇത് ഡയറിയിലുണ്ട്, 1089 ആ ഡയറി നമ്പർ. ഇതിൽ ഈ പ്രാർത്ഥനയുണ്ട്. ഓരോ ദിവസവും കുർബാന സ്വീകരിച്ചിട്ട് ഇവള് ഫൗസ്റ്റീന പ്രാർത്ഥിച്ചു. അതുവഴിയായിട്ട് അവൾ വലിയ സൗഖ്യം ആ നിമിഷം തന്നെ സ്വീകരിച്ചതായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നമ്മൾ പ്രിയപ്പെട്ടവരെ, ഇത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ രോഗികളായിരിക്കുന്നവർ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് നിൻ്റെ ഏതെങ്കിലും ഇൻറ്റേർണൽ ഓർഗൻസ് പ്രോബ്ലംസ് ഉണ്ട്. ഡോക്ടേഴ്സ് പറഞ്ഞു സെല്ലുകൾ, ക്യാൻസർ സെല്ലുകൾ ഉണ്ടായിരിക്കാം. കുട്ടികളില്ലാത്ത ദമ്പതികൾ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കുട്ടികളില്ലാത്ത ചില ദമ്പതികൾ 8 മുതൽ 10 വർഷം വരെ മക്കളില്ലാതെ ആയിരിക്കുന്ന ചില ദമ്പതികൾ അവർ ചില അനുരഞ്ജനത്തിൻ്റെ മേഖലയിലേക്ക് പോകേണ്ടതും പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമെന്നൊരു ചിന്ത കർത്താവ് കുറച്ച് മുമ്പ് തന്നിരുന്നു. അങ്ങനെയുള്ളവർ പ്രാർത്ഥിക്കട്ടെ. അതുപോലെ മറ്റൊരു വ്യക്തി സമൂഹത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ക്യാൻസർ രോഗം വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതായിരിക്കാം. കർത്താവ് അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തിയ ഒരു വ്യക്തി ഒരുപക്ഷെ സമൂഹത്തിലുണ്ടായിരിക്കാം. അവരെ കർത്താവ് ആത്മീയമായിട്ട് ചില തടസ്സങ്ങളുണ്ട്. ഇപ്പോഴും ഒരുപക്ഷെ കുടുംബത്തിനായിരിക്കാം. കർത്താവിന് വിട്ടുകൊടുക്കുക. കർത്താവ് നിന്നെ ശുശ്രൂഷയുടെ വഴികളെ തുറക്കുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. ഏറ്റെടുക്കുക. പ്രിയപ്പെട്ടവരെ, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇത് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ രക്തം നിൻ്റെ ശരീരത്തിലൂടെ എല്ലാ ഓർഗനിലൂടെയും തല മുതൽ പാദം വരെ ഒഴുകട്ടെ. ശിരസിലൂടെ ഒഴുകട്ടെ, നെർവിലൂടെ യേശുവിൻ്റെ രക്തം ഒഴുകട്ടെ, വെയിനിലൂടെ യേശുവിൻ്റെ രക്തം ഒഴുകട്ടെ, ബോണിലൂടെ യേശുവിൻ്റെ രക്തം ഒഴുകട്ടെ. യേശുവിൻ്റെ തിരുരക്തത്താൽ എല്ലാവരും സൗഖ്യം പ്രാപിക്കട്ടെ. നമുക്ക് പ്രാർത്ഥന ഏറ്റുചൊല്ലാം. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധവും ആരോഗ്യദായകവുമായ രക്തം, ആരോഗ്യദായകവുമായ അങ്ങയുടെ രക്തം എന്റെ രോഗാവസ്ഥയുള്ള ശരീരത്തിലൂടെ, ഓർഗനിലൂടെ, അവയവങ്ങളിലൂടെ സഞ്ചരിക്കട്ടെ. അങ്ങയുടെ പരിശുദ്ധവും ആരോഗ്യദായകവുമായ ശരീരം എന്റെ ബലഹീനമായ ശരീരത്തെ രൂപാന്തരപ്പെടുത്തട്ടെ. ഇത് അങ്ങയുടെ തിരുമനസ്സാണെങ്കിൽ ആരോഗ്യവും ഊർജ്ജസ്വലതയുമുള്ള ഒരു ജീവിതം എന്നിൽ വീണ്ടും ഇന്ന് പ്രവഹിക്കട്ടെ. ഇപ്പോൾ പ്രവഹിക്കട്ടെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ആ ഇരടികൾ ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ച് നമുക്കടുത്ത ശുശ്രൂഷയിലേക്ക് കടക്കാം. ഒരിക്കൽ കൂടി ഗാഗുൽത്തായിൽ ചിന്തിയ തിരുരക്തം. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ രക്തമനിലേക്ക് ഒഴുകുന്നു. ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ കാണുക. ഈ ക്രൂശിൽ നിന്ന് രക്തം, ജീവനുള്ള രക്തം
യേശുവേ എന്റെ ജീവിതത്തിലേക്ക്, കഴുകണമേ കുടുംബ ജീവിതത്തിലേക്ക്, പൂർണ്ണമായി കഴുകണമേ വഴക്കിലേക്ക്, രോഗമേഖലയിലേക്ക് യേശുവേ കടന്നു വരട്ടെ. കഴുകണമേ സാത്താനിക ആധിപത്യങ്ങൾ തകരട്ടെ. പൂർണ്ണമായി ദൈവരാജ്യം വരട്ടെ. കഴുകണമേ റിസ്റ്റോറേഷൻ കർത്താവ് restore ചെയ്യട്ടെ. Come Lord. യേശുവിന്റെ രക്തം പൂർണ്ണമായി കഴുകണമേ കഴുകണമേ. യേശുവേ കഴുകണമേ പൂർണ്ണമായി കഴുകണമേ. കരങ്ങൾ കൂപ്പി പിടിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തി ഓർത്ത് നന്ദി പറഞ്ഞ് കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന യോഹന്നാനെയും മാതാവിനെയൊക്കെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയുടെ തിരുഹൃദയത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട മാസമാണ് ജൂൺ മാസം. ബ്രദർ പറഞ്ഞ പോലെ, ബ്രദർ നോബിൾ പറഞ്ഞതുപോലെ ജൂലൈ മാസം ഈശോയുടെ തിരുരക്തത്തിന് സമർപ്പിക്കപ്പെട്ട മാസമാണ്. നമ്മൾ പ്രാർത്ഥിക്കണം, ഈശോയുടെ തിരുരക്തത്താൽ, ഈശോയുടെ തിരുഹൃദയത്താലൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക്, കുടുംബജീവിതത്തിലേക്കും വ്യക്തി ജീവിതത്തിലേക്കൊക്കെ ഈശോ ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകും. കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇരിക്കാം. നിങ്ങൾക്ക് സന്തോഷമാണോ? ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് ആദ്യമായിട്ട് ഈ സെക്കൻഡ് സാറ്റർഡേ ശുശ്രൂഷയ്ക്ക് വരുന്ന കുറച്ച് പേരുണ്ടെന്ന് വെച്ചാൽ മനസ്സിലാകുന്നു. ഒന്ന് കൈയുയർത്താവും. അങ്ങനെ ഉണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ഒന്ന് പ്രത്യേകമായിട്ട് കുറച്ച് പേരുണ്ട്. ഒന്ന് കരങ്ങളെടുത്തൊന്ന് സ്വീകരിച്ച് ഇപ്പോഴാണെങ്കിലും. സെക്കൻഡ് സാറ്റർഡേ ശുശ്രൂഷ എല്ലാ മാസവും ഇവിടെ 15-16 വർഷമായിട്ട് കർത്താവ്